ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ താഴ്ത്തപ്പെടുന്നതാണോ ഉയർത്തപ്പെടുന്നതാണോ? നമുക്കറിയാം, ഒരു പരീശൻ്റെയും ഒരു ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥനയെക്കുറിച്ച്. പരീശൻ പ്രാർത്ഥിച്ചപ്പോൾ ചുങ്കക്കാരനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും അല്ലെങ്കിൽ ആ വ്യക്തി ചെയ്യുന്ന നന്മകൾ ഓരോന്ന് എണ്ണി പറഞ്ഞുകൊണ്ടും പ്രാർത്ഥിക്കുന്നതായിട്ട് ദൈവസന്നിധിയിൽ സ്വയം നീതീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പക്ഷേ ആ പാപിയായ മനുഷ്യൻ, ചുങ്കക്കാരൻ, തന്നെത്താനെ താഴ്ത്തി സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും കഴിയാതെ ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ മുൻപിൽ രണ്ടുപേരുടെയും പ്രാർത്ഥന എങ്ങനെയായിരുന്നുവെന്ന് നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 9 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അല്ലേ? അവിടെ പരീശൻ പറയുന്നത്, ദൈവമേ, പിടിച്ചു പറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ലായകയാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അവിടെ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന എന്താണ്? ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി, മറ്റവൻ അങ്ങനെയല്ല, അല്ലേ? അപ്പോൾ ഇവിടെ യേശു കർത്താവ് വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. തന്നെത്താൻ നീതീകരിക്കുന്നവൻ ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ തന്നെ താഴ്ത്തിയാൽ നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ ഉയർത്തപ്പെടും. നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എന്തോ ചെയ്യുകയാണ് എന്നുള്ള തരത്തിലേക്ക് ദൈവസന്നിധിയിൽ ഉയർത്തപ്പെട്ടാൽ നമ്മൾ ദൈവസന്നിധിയിൽ താഴ്ത്തപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ഓരോ വ്യക്തികളും ഈ കാലങ്ങളിൽ പരിശോധിക്കണം, നമ്മുടെ പ്രാർത്ഥനകൾ എങ്ങനെയുള്ളതാണ് ദൈവസന്നിധിയിൽ. നമ്മളെ തന്നെ താഴ്ത്തിയാണോ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നത്, അതോ നമ്മളെ തന്നെ ഉയർത്തുവാനാണോ നമ്മുടെ പ്രാർത്ഥനകളെ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത്? എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ.